ഇത്ര സ്പീഡില്? അണ്ണാ ഞാനും കൂടെ കേറിക്കോട്ടെ ഈ സൈക്കിളില്? ഇത്രയും നല്ലൊരു സാധനത്തിനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണുതള്ളി നിൽക്കുക? സ്വയം അങ്ങ് തീരുമാനിച്ചപ്പോഴല്ലോ എനിക്കൂടെ ഒന്നും തോന്നണ്ടേ? എന്നെ കണ്ട ഏത് കണ്ണുപൊട്ടനും പറയും നല്ല അടിപൊളി ചരക്കാണ്. ആ കണ്ണുപൊട്ടന്മാരെ പറയൂ. അന്നമ്മയെ കണ്ടപ്പോ അന്നം മറന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യം വിട്ടു. നീ ഏതാടി പെണ്ണെ? ഞാൻ ഷൺമുഖം. ഷൺമുഖോ? ആ ഇവിടുത്തെ എസ്റ്റേറ്റ് ജോലിക്കാരനാ ഷൺമുഖം. എന്റെ മാമനാ. അപ്പൊ മാമന്റെ പേര് അറിഞ്ഞു, നിന്റെ പേര് പറഞ്ഞല്ലോ. ലക്ഷ്മി. ആ എനിക്ക് പോയിട്ട് പണിയുണ്ട്. കഴിച്ചിട്ട് പാത്രം പുറത്തു വെച്ചാ മതി, ഞാൻ വന്നെടുത്തോളാം. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ് സർ. ശരത് റെഡിയാണോ? റെഡി സർ. ആ ശരത്, മൊത്തം 3000 ഏക്കറാണ് നമ്മുടെ എസ്റ്റേറ്റ്. ദാ ആ ഏരിയ മുഴുവൻ കാപ്പിയാണ്. അതിനപ്പുറത്താണ് ഏലം. അങ്ങ് താഴെയായിട്ടാണ് തേയിലത്തോട്ടം. അത് മാത്രം ഒരു 1500 ഏക്കർ വരും. പിന്നെ അതിനപ്പുറത്തൊരു 100 ഏക്കറുണ്ട്. ആ സ്ഥലത്തിന്റെ കൈവശാവകാശത്തെ ചൊല്ലി നമ്മൾ ഗവൺമെന്റായിട്ട് ഒരു കേസും നിലവിലുണ്ട്. എല്ലാം ഞാൻ നേരിട്ട് കാണിച്ചു തരാം. വണ്ടി കയറി. ശരി സർ. ഫെർണാണ്ടസ്, കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് സാമുവൽ വിളിക്കുന്നു. നമ്മുടെ കേസിന്റെ ഹിയറിംഗ് 16-ന് വെച്ചിരിക്കുക. ഫെർണാണ്ടസ് ഫോൺ അറ്റൻഡ് ചെയ്യൂ. ശരത്തിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അഡ്വക്കേറ്റ് ഫോണിൽ വെയിറ്റ് ചെയ്യുന്നു. ശരത്തിന് ഡ്രൈവിംഗ് അറിയില്ലേ? എന്നാ വണ്ടി എടുത്തോളൂ. ഇവിടെ നിറയെ കാപ്പികളുണ്ട്. ശരത്തിന് ഇഷ്ടപ്പെട്ടോ? എന്ത് രസമല്ലേ? ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു സ്വർഗീയ അനുഭൂതി തോന്നുന്നു എനിക്ക്. ശരത്തിനോ? പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. മതി മതി മതി, ഇവിടെ വണ്ടി നിർത്ത്. ഇവിടെ ഒരു സ്ഥലം കാണാനുണ്ട്. വരൂ ശരത്, വാ. നമുക്ക് ഇതിന് മോളിൽ കയറുന്ന നോക്കാം. വാ. നോക്കൂ ശരത്, ഈ കാണുന്നതൊക്കെ നമ്മുടെ എസ്റ്റേറ്റുകളാ. എന്തുപറ്റിയണ്ണന്മാരെ? അത് ഇന്നലെ ഞാനും ഇവനും കൂടി ഒരു കള്ളനെ പിടിക്കാൻ പോയപ്പോ എന്നിട്ടെന്ത് പറ്റാനാ? കള്ളൻ ഓടിക്കളഞ്ഞു. വെറുതെ ഒരു അടി കിട്ടിയത് വെച്ചം. എന്താണ്ടാ കളിക്കുന്നത്? എന്താണ്ടാ നോക്കടാ. കേടില്ലോ എന്റെ മോളെ. ഇതാരാമ? ഇതാണ് ശരത്, നിങ്ങളുടെ പുതുതായി വന്ന മാനേജര്. ദയാ കാണുന്നതെല്ലാം നമുക്ക് നാളെ കാണാം. അയ്യോ ഇയാളല്ല അയാള്. അമ്പോ അങ്ങോട്ട് മാറിക്കട. എന്താ ശരത് എന്ന ജോലിക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. ഞാൻ സ്റ്റോർ വരെ പോയിട്ട് വരാം. ഓക്കെ? ഓക്കെ മാഡം. എന്താണോ എഴുന്നേടോ? ആഹാ, താനായിരുന്നു. എന്താണോ ഇത്? എന്നെ കാര്യം തൂക്കി അറിയാൻ വന്നതാ? അല്ല സാറേ, ആ താണറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. പുറത്ത് മാപ്പാക്കി ക്ഷമിച്ച് മനസ്സിൽ പകയൊന്നും വെക്കാതെ ഈ ഉള്ളവനെ വെറുതെ വിടണം. എന്നെ പറഞ്ഞു വിടരുത് സാർ. പറഞ്ഞു വിടുകയോ? തന്നെയോ? എന്തിന്? എങ്ങോട്ട്?
അപ്പൊ സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഈ തോട്ടത്തിന്റെ എല്ലാമായ സന്മുഖൻ. ആഹാ, ആ ദരിദ്രവാസം നീയാണല്ലേ? നിന്നെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. ഇനി മേലാൽ ഈ എസ്റ്റേറ്റിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. അങ്ങനെ പറയരുത് സാർ. അന്ന് എല്ലാവരും കൂടി എന്നെ ഓടിച്ചപ്പോ ഞാൻ അറിയാണ്ട് ബൈക്കിന് മുന്നിൽ വീണു പോയതാണ്. ഗജബോക്കിയാണെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. സാറിന് അറിയാമോ, ഞാനൊരു പേടിത്തൊണ്ടിയാ. താൻ ഇനി ഒന്നും പറയണ്ട. തനിക്ക് ഇനി ഇവിടെ ജോലി ഇല്ല. ഈ കൈ കണ്ടോ? ഇതുകൊണ്ട് കൊളുന്തുന്നുള്ള മാത്രമല്ല, ഇങ്ങനെ കൂപ്പാനും അറിയാം. എന്നെ പറഞ്ഞു വിടരുത് സാർ. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. യെസ് ശരത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാവിലേക്ക് വരൂ. അക്കൗണ്ട്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ശരി മാഡം. ഗുഡ് ഈവനിങ് ശരത്. ഗുഡ് ഈവനിങ്. എസ്റ്റേറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റാ, നോക്കിക്കോളൂ. ഓ, എന്തൊരു ചൂടാ.
വല്ലാത്ത ദാഹം. ഇതാണ് ക്രെഡിറ്റ്. ഇത് കഴിഞ്ഞ വർഷത്തെ ബോണസിന്റെ കണക്കാ. ഇത് ഏലത്തിന്റെ. പിന്നെ ഇത് തേയിലയുടെ. ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? ശരിക്കും നോക്കിക്കോളൂ. ആ ഇപ്പോഴത്തെ കണക്കാണ് ഇതൊക്കെ. സോറി മാഡം, ഐ എം സോറി.